വെൽക്കം. ലിയാസ് വേൾഡ് ഓഫ് ഇംഗ്ലീഷിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നൗൺസും അഡ്ജക്റ്റീവ്സുമാണ് പരിചയപ്പെട്ടത്. പാർട്സ് ഓഫ് സ്പീച്ചാണ് നൗൺസും അഡ്ജക്റ്റീവ്സും പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ് നൗൺ എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് നൗൺ? നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്സ്, എ നെയിം ഓഫ് എവറിത്തിങ് ദാറ്റ് വി ക്യാൻ തിങ്ക് ഓഫ്, അല്ലേ? എല്ലാത്തിൻ്റെയും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അഡ്ജക്റ്റീവിനെ നോക്കി, അല്ലേ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിന് ഒരു പുതിയ അർത്ഥം കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അതും നമ്മൾ കുറേ എക്സാമ്പിൾസ് നോക്കി ഓരോരോ വിശേഷണങ്ങൾ നമ്മൾ നൗണിന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജക്റ്റീവ്സിനെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പോകുന്നത് വേറൊരാളെ പരിചയപ്പെടാനാണ്. അതായത് പാർട്സ് ഓഫ് സ്പീച്ചിലെ മൂന്നാമത്തെ ആൾ, പ്രൊനൗൺ. പ്രൊനൗൺ. അപ്പോൾ അതിൽ തന്നെയുണ്ട് നൗണിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് വിളിക്കുന്നത്. പ്രൊനൗൺസ് ആർ വേർഡ്സ് വിച്ച് യൂസ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. അതായത് ഇൻസ്റ്റഡ് എന്ന വാക്കിന് അർത്ഥം തന്നെ എന്താണ്? പകരമായി ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പൂ വരച്ചിട്ടുണ്ട്. പൂ ആയിട്ടില്ല കേട്ടോ. എൻ്റെ പൂ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളൊക്കെ നല്ലോണം ചിത്രം വരയ്ക്കുന്നവരായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഞാനൊരു ചുമ്മാ ഒരു ഇത് വരച്ചേക്കും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് നോക്കണേ. പ്രൊനൗൺസ് ഏതൊക്കെയാണ്? മെയിൻ പ്രൊനൗൺസ് ഐ, ഷീ, ഹി, ഇറ്റ്, വി, ദേ, യു. ഇവരാണ് നമ്മുടെ പ്രൊനൗൺസ്. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. ഞാൻ. ഹി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവൻ. ഷീ എന്ന് പറഞ്ഞാലോ? അവൾ. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്. അത് അല്ലെങ്കിൽ ഇത്, കേട്ടോ. വി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർ, അതായത് നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയും. ദേ എന്ന് പറഞ്ഞാൽ അവർ. അപ്പൊ യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. നീ, നിങ്ങൾ എന്ന അർത്ഥമാണ് യുവിന് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രൊനൗൺസ് ഏതൊക്കെയാ? ഐ, ഹി, ഷീ, ഇറ്റ്, വി, ദേ, യു. ഇവരാണ് നമ്മുടെ പ്രൊനൗൺസ്. നമ്മൾ നൗണിന് പകരമായി മെയിനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. നൗണിൻ്റെ സ്ഥാനം ഇവരെടുക്കുകയാണ്. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം ഇത്രയും മനസ്സിലായത്. ഇത്രയാണ് നമ്മുടെ പ്രൊനൗൺസ്. ഐ, ഹി, ഷീ, ഇറ്റ്, വി, ദേ, യു ട്ടോ. അതാണ് നമ്മുടെ പ്രൊനൗൺസ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ അവരെ പകരമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ദിസ് ഈസ് മൈ ഫാദർ. ഇത് എൻ്റെ പപ്പയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ്. ഇനി ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യണേ. മൈ father is tall. ഇത് എൻ്റെ പപ്പയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഭയങ്കര പൊക്കമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പൊക്കമുള്ള ആളാണ്. അപ്പൊ നോക്കിക്കോ, മിസ് എഴുതിയത് ഈ മൈ ഫാദർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുവാണ്, അല്ലേ? ആദ്യം ഒരു സെന്റൻസിൽ മൈ ഫാദർ എന്ന് പറഞ്ഞു. ദിസ് ഈസ് മൈ ഫാദർ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ഇതൊരു സെന്റൻസ് നമ്മൾ ക്ലോസ് ചെയ്തു. ആ സെന്റൻസ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അനദർ സെന്റൻസ്. അതായത് നമ്മൾ അടുത്തൊരു സെന്റൻസ് തുടങ്ങുവാണ്. അവിടെ നമ്മൾ വീണ്ടും ഈ ആളെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. മൈ ഫാദർ എന്നുള്ളത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നേ. അപ്പോൾ ഈ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെന്റൻസ് തുടങ്ങുവാണ്. മൈ ഫാദർ ഈസ് ടോൾ. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതെൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ ടോളാണ്, എൻ്റെ അച്ഛൻ ബ്യൂട്ടിഫുൾ ആണ്, എൻ്റെ അച്ഛൻ, എൻ്റെ പപ്പ എന്നിങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന് പകരം നമുക്ക് വേറൊരാളെ അവിടെ ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം?
ദിസ് ഈസ് മൈ ഫാദർ. ഇതെൻ്റെ പപ്പയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ അച്ഛനാണ്. ദിസ് ഈസ് മൈ ഫാദർ. ഹി ഈസ് ടാൾ. ഇതെൻ്റെ പപ്പയാണ്, അദ്ദേഹം പൊക്കമുള്ള അല്ലെങ്കിൽ അദ്ദേഹം പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ സോ ഇൻസ്റ്റെഡ് ഓഫ് ഫാദർ, ഫാദർ എന്ന നൗണിന് പകരമായി നമ്മൾ ആരെ ഉപയോഗിച്ചു? ഹി എന്ന ആളെ അല്ലെങ്കിൽ ഹി എന്ന പ്രൊനൗണിനെ ഉപയോഗിച്ചു. ഇത് എൻ്റെ അച്ഛനാണ്, അദ്ദേഹം പൊക്കമുള്ള ഒരു ആളാണ്. വൺ മോർ എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ദിസ് ഈസ് മൈ മദർ. ഇതെൻ്റെ അമ്മയാണ്. My mother is beautiful. ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ നല്ല സുന്ദരിയാണ്. നിങ്ങളുടെ അമ്മമാരൊക്കെ സുന്ദരിമാരാണോ? അപ്പോൾ ഇതെൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ സുന്ദരിയാണ് എന്ന് പറയുന്നു. Here we again repeating the same word. മൈ മദർ എന്ന് അടുത്ത സെന്റൻസിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. വി ക്യാൻ യൂസ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ഉപയോഗിക്കാം അല്ലേ? ഷീ ഈസ് ബ്യൂട്ടിഫുൾ. എൻ്റെ അമ്മയ്ക്ക് പകരം അവൾ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ദിസ് ഈസ് മൈ മദർ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, പിന്നെ അടുത്ത ആൾ ഇറ്റിനെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിനോ മൃഗത്തിനോ പകരമായിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കോ മൃഗങ്ങൾക്കോ പകരമായിട്ടാണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു അത് അല്ലെങ്കിൽ ഇത് എന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം കൗ ഗീവ്സ് us മിൽക്ക് അല്ലേ? നമുക്ക് പശു അല്ലേ? പശു പിന്നെ ആടൊക്കെ നമുക്ക് പാല് തരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ഈ കൗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് എൻ ആനിമൽ അല്ലേ? ഒരു കൗ എന്ന ആനിമലിന്റെ പേരാണ്, ഒരു മൃഗത്തിന്റെ പേരാണ്. ഇൻസ്റ്റെഡ് ഓഫ് കൗ ഇത് നൗൺ ആണല്ലോ അല്ലേ? ഇതിന്റെയും പേര് നമ്മൾ നൗൺ എന്ന് വിളിക്കാം. അപ്പൊ ഈ നൗണിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? കൗവിന് പകരം ഇറ്റ് ഗീവ്സ് us മിൽക്ക് എന്ന് പറഞ്ഞൂടെ? ഇറ്റ് ഗീവ്സ് us മിൽക്ക്, അത് നമുക്ക് പാല് തരുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഇനി അടുത്തത് ട്രീ ഒരു ലിവിങ് തിങ് ആണല്ലേ? ജീവനുള്ള ഒരു വസ്തുവാണ്. ഓക്കെ, അപ്പം ട്രീ ഹാസ് ഗ്രീൻ ലീവ്സ്. ഒരു മരത്തിന് പച്ച ഇലകളുണ്ട്. ട്രീ ഹാസ് ഗ്രീൻ ലീവ്സ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ട്രീ വി ക്യാൻ യൂസ് ഇറ്റ് ഉപയോഗിക്കാം. ഒരു വസ്തുവിന് പകരം വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും ആണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇറ്റ് ഹാസ് ഗ്രീൻ ലീവ്സ്. ഓക്കെ. അപ്പം നമ്മൾ പ്രൊനൗൺസ് ഹി നോക്കി, ഷീ നോക്കി, ഇറ്റ് നോക്കി അല്ലേ? ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആളെ നോക്കാം. ആരാണ്? ഞാൻ അല്ലേ? ഐ ആം റീഡിങ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുകയാണ്. ഐ ആം റീഡിങ് എ ബുക്ക്. ഐ ആം ടോപ്പ്. അപ്പം ഞാൻ ഒരു ബുക്ക് വായിക്കുന്നു. ഐ എന്നുള്ളത് ഒരു പ്രൊനൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. യു ആർ റീഡിങ് എ ബുക്ക്. നീ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് വായിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആളെയാണ് പരിചയപ്പെടുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇപ്പോൾ നമ്മൾ പറയും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി അല്ലേ? കൊച്ചി പോയി എന്ന് വിചാരിക്കുക. അപ്പം വി വെന്റ് ടു കൊച്ചി എന്ന് പറയും.
ഞങ്ങളെല്ലാവരും കൂടി കൊച്ചി പോയി. അപ്പോൾ അല്ലെങ്കിൽ വി ലവ് റിക്കി, ഞങ്ങൾ റിക്കിയെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് റിക്കിയെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് പകരമായിട്ടാണ് നമ്മൾ വി ഉപയോഗിക്കുന്നത്. യു, നീ, നിങ്ങൾ എന്ന് ഉള്ള പ്രൊനൗണാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന്. ഇനി നമുക്ക് ദേ എങ്ങനെയാണെന്ന് പറയാം. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ഒക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഒക്കെ അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണെന്ന് പറയും. അപ്പം നമുക്ക് അവരാരെയും തന്നെ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്ത് നിന്ന് അവരെ പറ്റി നമ്മളൊരു കമൻറ്റ് പറയുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് നമ്മൾ പറയുക? അവരെല്ലാവരും കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ദേ ആർ സ്റ്റാൻഡിങ് ദർ, അല്ലേ? അങ്ങനെ നമ്മൾ പറയില്ല. അവരവിടെ നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയും. നമുക്ക് അവരെ അറിയില്ല. പിന്നെ ഇന്ന ആൾക്കാരെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ കുട്ടികളൊക്കെ എവിടെ പോയേക്കുമായിരുന്നു, അവരവിടെ പഠിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്നിരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി എന്നൊക്കെ നമ്മളോട് സാധാരണ ആൾക്കാരൊക്കെ ചോദിക്കില്ലേ. അവരിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പേര് അങ്ങോട്ട് പോയല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അവർ എന്ന് നമ്മൾ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് കുറച്ച് സ്ഥലത്തൊക്കെ കൂടി നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ പേരറിയില്ല, നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ അവരെ ദേ എന്നാണ് സംബോധന ചെയ്യുന്നത്. അതും ഒരു പ്രൊനൗണാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദേ ആർ സ്റ്റഡിങ്, അവർ പഠിക്കുന്നു. ഓക്കെ, അപ്പം ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് പ്രൊനൗൺസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രൊനൗൺസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടും പഠിക്കുന്നതായിരിക്കും. പേഴ്സണൽ പ്രൊനൗൺസ്, ഒരുപാട് പ്രൊനൗൺസിൻ്റെ ഡിഫറൻസ് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സബ്ജക്റ്റ് പ്രൊനൗൺ, ഒബ്ജക്റ്റ് പ്രൊനൗൺ, അങ്ങനെ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെറിയ പ്രൊനൗൺസ് എന്താണെന്ന് മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോസ് കണ്ട് കമൻറ്റ്സ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.